ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഉമ്മ അവിടെ എന്താ പറയുക, നമ്മുടെ പുഴമീൻ പുളി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പുളിവെള്ളം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ആ സംഭവം. ഇത് കറിവേപ്പില, ഇത് കല്ലുപ്പ്, ഇത് നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത്, ഇത് വെളുത്തുള്ളിയും പച്ചമുളകും, പിന്നെ ഇത് തക്കാളി, പിന്നെ ഇത് 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പെരുജീരകം ഒരിച്ചിരി, ഉലുവ ഒരു നുള്ള്, പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി ഒരു 1/4 സ്പൂൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. വേണ്ടിയിട്ടുള്ള ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇടുക, പെരുംജീരകം, അതൊന്ന് നല്ല പൊട്ടി വരണം കേട്ടോ. ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി അരിഞ്ഞ് വെച്ചെടുത്താണ്. ഞാൻ അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് നല്ല വയലി വരണം കേട്ടോ. നല്ല വയണ്ടി വരുന്ന വരെ നമ്മളതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. ഞങ്ങളിപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അന്ന് അടിപ്പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്ലോ ആക്കി വെക്കണം കേട്ടോ ഗ്യാസ്. പിന്നെ അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് നല്ല ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുത്തു. നല്ല ഇളക്കി കൊടുക്കുക. ഞാനും ജസ്റ്റ് ഇളക്കി ശ്രമിച്ചതാണ് ഗൈസ്. അയ്യോ, ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തു. ഞാൻ ഇളക്കിയതുകൊണ്ട് അങ്ങനെ. ഓക്കെ, നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് നമ്മൾ തുറക്കാൻ പോകാൻ കേട്ടോ. ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് നമ്മുടെ എണ്ണയൊക്കെ ഊരി വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ നല്ല ഉടയണം കേട്ടോ, എന്നാലാണ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. നമ്മുടെ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ബൗളാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് ഇറക്കി വെക്കുക. ഇപ്പോഴാണ് നമ്മുടെ പച്ചമുളക് നമ്മൾ ഇടുക കേട്ടോ. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ഇനി അത് കുറച്ച് നേരം കുറച്ച് മിനിറ്റ്സ് നമ്മൾ അടച്ചു വെക്കാം. ഒരു 4-5 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. വാവ്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിനെ കഴുകി മുളകും മഞ്ഞപ്പൊടിയും ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളൊക്കെ അറിയാലോ, അത് തേച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി തുറന്ന് നോക്കുകയാണ് ഗൈസ്. നല്ല ആവി പോണ മീൻ കറി ഗൈസ്. നമ്മുടെ മീനിട്ട് എടുത്തു കേട്ടോ. ഓക്കെ, ഞാൻ ഇളക്കി കൊടുക്കാം. ഞാൻ അതൊന്ന് ജസ്റ്റ് വെന്തിട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി നന്നായിട്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി കറിയാണ്. അതിലേക്ക് നമ്മുടെ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. സെറ്റാണ് ഗൈസ്, സെറ്റാണ്. ഞാൻ അതിൽ വെളിച്ചെണ്ണ വെച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇളക്കിയിട്ട് മൂടി വെക്കുക. ദിസ് ഈസ് മീൻ പുളി. ഓക്കെ, സെറ്റ് സെർവ് ചെയ്യാം നമ്മൾ. കണ്ട 2 എണ്ണം ചോറിക്കാൻ പറ്റും ഗൈസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, സെറ്റ്. മീൻ കറിയൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.